ഹലോ, ജാനകിയുടെയും അബിയുടെയും വീടിൻ്റെ പുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദുഷ്ടത മാത്രം കൈമുതലായുള്ള മുത്തശ്ശിയെ വൃദ്ധസദനത്തിലാക്കി അപർണയും പ്രഭാവതിയും അളകാപുരിയിൽ തിരിച്ചെത്തി. ഏതായാലും മുത്തശ്ശിയുടെ ദേഷ്യമൊക്കെ അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. ആരോടും സംസാരിക്കുന്നില്ല, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. കൂടെയുള്ള അന്തേവാസികളെ ഒക്കെ നിർബന്ധിച്ചിട്ടും ചായ കുടിക്കാനൊന്നും കൂട്ടാക്കുന്നില്ല. ഒടുവിൽ നളിനി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം? അപ്പോൾ അവർ പറയുന്നുണ്ട്, എത്ര പറഞ്ഞിട്ടും ചായ കുടിക്കുന്നില്ല. അപ്പോൾ നളിനി പറയുന്നുണ്ട്, കുടിക്കുന്നില്ലെങ്കിൽ കുടിക്കണ്ട, ഇവിടെ ഒരു ടൈമുണ്ട്, ആ സമയത്ത് മാത്രമേ ഭക്ഷണവും ചായയും ഒക്കെ കിട്ടുകയുള്ളൂ, പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പോൾ അങ്ങോട്ടേക്ക് അവിടുത്തെ മേഡം വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഈ സ്ത്രീ ഇത്രയധികം സ്വർണ്ണാഭരണങ്ങളും പട്ടുചേലയൊക്കെ ഇട്ടിട്ടാണല്ലോ നടക്കുന്നത്, ഇതൊന്നും ഇവിടെ പറ്റില്ല, ഇവിടെ ഓരോ ചിട്ടവട്ടങ്ങളുണ്ട്. എന്നിട്ട് നളിനിയോട് പറയുന്നുണ്ട്, അവരുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ അഴിച്ചു മാറ്റി അളകാപുരിയിൽ നിന്ന് ആരെയെങ്കിലും വിളിച്ചു വരുത്തി അവരുടെ കയ്യിൽ കൊടുത്തയക്കുക. അപ്പോൾ ദേഷ്യത്തോടെ ചാടി എണീറ്റുകൊണ്ട് സുമംഗല പൊട്ടിത്തെറിക്കുന്നുണ്ട്, എൻ്റെ സ്വർണത്തിൽ തൊടാൻ ആരെങ്കിലും ഇങ്ങോട്ട് വാ. സുമംഗല ആരാണെന്ന് അന്നേരം അറിയും. എന്നിട്ട് ചായ ഗ്ലാസ്സൊക്കെ തട്ടി മറിച്ചിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ മേഡം പറയുന്നുണ്ട്, ഈ പ്രാവശ്യം ഞാനിത് ക്ഷമിച്ചു, അടുത്ത പ്രാവശ്യം അവൾ ഇങ്ങനെ ചെയ്താൽ എൻ്റെ തനി സ്വരൂപം അവൾ കാണും. ഈ ചെയ്ത പ്രവൃത്തിക്ക് ഇപ്പോൾ തന്നെ അവളെ പിടിച്ച് പുറത്താക്കേണ്ടതാണ്. പിന്നെ തമ്പിയെ പിണക്കം വയ്യ, അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അളകാപുരിയാണ്. അവിടെ തമ്പിയും മോളും തട്ടഹസിച്ച് ചിരിക്കുന്നുണ്ട് അവരുടെ പദ്ധതി വിജയിച്ചതിൽ. എന്നിട്ട് അപർണ പറയുന്നുണ്ട്, മുത്തശ്ശി ഒട്ടും പ്രതീക്ഷിച്ചതല്ല, അളകാപുരിയിലെ സർവാധികാരിയായി ജീവിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പാവം. എന്നിട്ട് പിന്നെയും ചിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട്, ഓ, നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ചെയ്തതാണിത് അല്ലേ? എന്നിട്ട് അപർണയോട് പറയുന്നുണ്ട്, അപർണയെ, നീ ഈ വീട്ടിലെ ഒരു മരുമകളാണ്, ഇവിടുത്തെ തീരുമാനം എടുക്കാനുള്ള റൈറ്റ്സ് ഒന്നും നിനക്കില്ല. അപ്പോൾ തമ്പി പറയുന്നുണ്ട്, പ്രഭയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അപ്പോൾ തന്നെ പറയണമായിരുന്നു, അപ്പോൾ പറയാതെ ഇപ്പോൾ എന്തിനാ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപർണ പറയുന്നുണ്ട്, ആർക്കും ഇഷ്ടമില്ലാത്ത, എല്ലാവരെയും ഉപദ്രവിച്ച് വിലസി നടക്കുന്ന അവരെ ഞാൻ പിടിച്ച് കൂട്ടിലാക്കി, അതിലെല്ലാവർക്കും സന്തോഷമാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, ഈ കണക്കിന് പോയാൽ നാളെ നീ എന്നെയും ഇങ്ങനെ ചെയ്യുമല്ലോ, അതിൻ്റെ ഒരു സൂചന തരാൻ വേണ്ടിയാണോ നീ എന്നെയും നിർബന്ധിച്ച് കൂട്ടിയത്? അപ്പോൾ തമ്പി പറയുന്നുണ്ട്, അതൊന്നും അത്ര വലിയ കാര്യമാക്കേണ്ട പ്രഭയെ, അവിടെ താമസിക്കുന്നവരെല്ലാം വലിയ വലിയ പൊസിഷനിലുള്ള ആൾക്കാരുടെ അച്ഛനും അമ്മയുമാണ്, അതുകൊണ്ട് മുത്തശ്ശിക്ക് എല്ലാ സൗകര്യത്തോടും അവിടെ ജീവിക്കാം. പിന്നെ സമ്പാദ്യമൊന്നും ഇല്ലാത്തവരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് പ്രഭാവതി. അല്ലെങ്കിൽ പിന്നെ ഭർത്താവ് ഭാര്യയ്ക്ക് ജീവിക്കാനുള്ള എല്ലാം കരുതിയിട്ടുണ്ടാകണം. പ്രഭയ്ക്കും ജീവിക്കാനുള്ള ഒരു സമ്പാദ്യവും സൂര്യനാരായണൻ വച്ചിട്ടില്ല. അപ്പോൾ പ്രഭയും കുറച്ച് അഡ്ജസ്റ്റൊക്കെ ചെയ്യണം. മക്കളെയൊക്കെ അനുസരിച്ച് വീട്ടുപണിയൊക്കെ എടുത്ത് കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയൊക്കെ അങ്ങനെ നടന്നാൽ വേലക്കാരിക്ക് പൈസയൊന്നും കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയെങ്കിലും മക്കൾ അമ്മമാരെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തുകൊള്ളും. പ്രഭാവതിക്ക് ഇതൊക്കെ കേട്ടിട്ട് നല്ല പേടിയൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് തമ്പി അവിടുന്ന് പോകുന്നുണ്ട്. യാത്രയാക്കാൻ മകളും പിന്നാലെ പോകുന്നുണ്ട്. എന്നിട്ട് തമ്പി അപർണയോട് പറയുന്നുണ്ട്, മോളെ, സൂര്യനാരായണൻ മരിച്ചെന്ന് കരുതി എൻ്റെ പകയൊന്നും തീരാൻ പോകുന്നില്ല. ഈ വീട്ടിലുള്ള ഓരോരുത്തരുടെയും മനസ്സമാധാനം കളയണം. നമ്മൾ പറഞ്ഞ മാതിരി ആ പ്രഭാവതി കേട്ടിരുന്നെങ്കിൽ തീർച്ചയായും ഈ വീട് അവരുടെ പേരിൽ എഴുതി വയ്ക്കുമായിരുന്നു. അതവർ കേട്ടില്ല. അതിന് നല്ലൊരു ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കണം. ഈ വീട്ടിലെ മുഴുവൻ പണിയും ഇനി നീ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. അപ്പോൾ അപർണ പറയുന്നുണ്ട്, ഞാനും വിചാരിച്ചതോ അവർക്കിട്ടൊരു പണി കൊടുക്കണമെന്ന്. ഇത് നല്ല ഐഡിയ തന്നെ. എന്നിട്ട് തമ്പി പറയുന്നുണ്ട്, അവൾ ഇവിടുന്ന് കഷ്ടപ്പെടുന്നത് കണ്ട് സൂര്യയുടെ ആത്മാവ് നീറിപ്പിടയണം. അതും പറഞ്ഞ് തമ്പി പോകുന്നുണ്ട്. ഏതായാലും പ്രഭാവതിക്കിട്ട് പണി കൊടുക്കാനുള്ള വഴിയൊരുക്കുകയാണ് നമ്മുടെ അപർണ. അതിനുവേണ്ടി നൈസായി അവിടുത്തെ വേലക്കാരിയെ ആയ മഞ്ജുവിനെ തമ്പിയുടെ വീട്ടിൽ പറഞ്ഞയക്കാൻ ശ്രമിക്കുകയാണ്. അപർണ മഞ്ജുവിനോട് പറയുകയാണ്, നീ എൻ്റെ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്ക്, എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാഞ്ഞിട്ടാണ്, ഒരു 3-4 ദിവസം നിന്നാൽ മതി, അപ്പോഴത്തേക്കും അമ്മയ്ക്ക് സുഖമാകും, എന്നിട്ട് നീ ഇങ്ങോട്ട് പോരൂ എന്നൊക്കെ പറഞ്ഞ് മഞ്ജുവിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ തമ്പിയെയാണ്. തമ്പി ഉണ്ണിത്താനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഉണ്ണിത്താൻ്റെ മനസ്സിലേക്കും തീ പടർത്താനുള്ള ഒരു ആയുധമായിട്ടാണ് തമ്പി നിൽക്കുന്നത്. അപ്പോഴേക്കും ഉണ്ണിത്താൻ വന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, തമ്പി എന്താ എന്നോട് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തമ്പി പറയുന്നുണ്ട്, നമ്മളൊക്കെ ഓരോ പെൺകുട്ടികളുടെ പിതാവല്ലേ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വരാൻ പോകുന്നു എന്നൊരു സൂചന കിട്ടിയാൽ അത് പരസ്പരം അറിയിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ഉണ്ണിത്താൻ ചോദിക്കുന്നുണ്ട്, അതിനിപ്പോൾ എന്ത് പ്രശ്നമാണ് ഉണ്ടായിരിക്കുന്നത്? അപ്പോൾ തമ്പി പറയുന്നുണ്ട്,
അജയന് ബാംഗ്ലൂരിലുള്ള ഏതോ ഒരു പെണ്ണുമായി വഴിവിട്ട ബന്ധമുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഉണ്ണിത്താൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഓരോ കഥയുണ്ടാക്കുകയാണോ? അപ്പോൾ തമ്പി പറയുന്നുണ്ട്, ഇത് കഥയാണോ കാര്യമാണോ എന്ന് ഉണ്ണിത്താൻ തന്നെ അന്വേഷിക്കണം. അഥവാ ഇത് സത്യമാണെങ്കിൽ നീ അവനെ വെറുതെ വിടരുത്, കൊന്നു കളയണമെന്ന് പറയുന്നുണ്ട് നമ്മുടെ തമ്പി ഉണ്ണിത്താനോട്. പിന്നെ കാണിക്കുന്നത് അളകാപുരിയാണ്. പൊന്നു ഇങ്ങനെ സങ്കടത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും പുറത്തേക്ക് പോയ ജാനകി വരുന്നുണ്ട്. മോളെ പൊന്നു എന്ന് വിളിച്ച് പൊന്നുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പൊന്നു ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഇത്ര വൈകിയത്? പൊന്നുവിന് ആരും കൂട്ടില്ലാതെ ബോറടിച്ചു പോയി. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, ഞാനും നിരഞ്ജനയും അല്ലേ ഇവിടെ ഇല്ലാതുള്ളൂ, മറ്റുള്ളവരൊക്കെ ഇവിടെ ഇല്ലേ? പിന്നെ പൊന്നു എങ്ങനെയാണ് ഒറ്റയ്ക്കാകുക? പിന്നെ പൊന്നു മുത്തശ്ശി സുഖമില്ലാതായതും ഹോസ്പിറ്റലിൽ പോയതും തിരിച്ച് അമ്മയും അപർണയും മാത്രം വന്നതും മുത്തശ്ശിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്കാക്കി അവർ രണ്ടുപേരും മാത്രമാണോ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജാനകിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നിട്ട് ജാനകി പറയുന്നുണ്ട്, ശരി മോളെ, മോൾ ഇവിടെ നിൽക്ക്, എന്താ സംഭവിച്ചത് എന്ന് ഞാൻ ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ജാനകി അമ്മയെയും അപർണയെയും കാണാൻ പോകുന്നുണ്ട്. അപ്പോഴേക്കും നിരഞ്ജനയും എത്തുന്നുണ്ട്. ജാനകി പൊന്നു പറഞ്ഞ കാര്യങ്ങളൊക്കെ നിരഞ്ജനയോട് പറയുന്നുണ്ട്. ഇതും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.